ചില ആൾക്കാരുടെയൊക്കെ ജീവിതം മുമ്പോട്ട് പോകണം കണ്ട, അവരുടെയൊക്കെ ഒരു വാക്കും പ്രവൃത്തിയൊക്കെ കണ്ട അവർ ഈ ലോകത്ത് എന്നും ഉണ്ടാകുന്നതാണ് അവരുടെ വിചാരം. നമ്മുടെ ജീവിതം കുറേ കൂടി നന്മയുള്ളതാവാൻ ഒരു ഒറ്റ ചിന്ത മതി. നമ്മൾ അധികം നാളൊന്നും ഈ ഭൂമിയിൽ ഇല്ലാത്തവരാണെന്ന് ചിന്തിച്ചാൽ മതി. ഈ ലോകം അവസാനിക്കുന്നവരെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റുന്നവരൊന്നും അല്ല നമ്മൾ. ഇന്ന് സങ്കീർത്തനം 103 വചനം 15 16 വചനമാണ്. മരിച്ചടക്ക് ശുശ്രൂഷയ്ക്ക് ശവസംസ്കാര ശുശ്രൂഷകളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു വചനഭാഗമാണിത്. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. നമ്മളെ കാലാകാലങ്ങളൊന്നും ആരും ഓർത്തിരിക്കാനൊന്നും പോണില്ല. നമ്മളെ ഈ ഭൂമിക്ക് എല്ലാ കാലത്തും ആവശ്യമുള്ളവരൊന്നും അല്ല നമ്മളില്ലെങ്കിൽ വേറൊരാളുണ്ടാവും. ആ ഭൂമി മുമ്പോട്ട് പോകും. നമ്മൾ മരണമടഞ്ഞ് പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് പോയുമ്പോൾ നമ്മളെപ്പോലും അത്രയൊന്നും ആളുകൾ ഓർത്തിരിക്കുക. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയവരെ എന്തോരം നമ്മൾ ഓർക്കണുണ്ട്. അതൊക്കെ എന്തോരം നമ്മൾ ഓർക്കണുണ്ട്. അത്രയൊക്കെ തന്നെ നമ്മളെയും ആളുകൾ ഓർമ്മിക്കുകയുള്ളൂ. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ പൂ പോലെ പുല്ലുപോലെ കൊഴിഞ്ഞു പോണതും അത് നിന്നിരുന്ന സ്ഥലത്ത് പോലും പിന്നെ ഓർമ്മിക്കാൻ ഇടവരാത്തതുമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറെ കൂടി നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.